MLA ആയ ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. അധികാരത്തോടുള്ള ആർത്തി മൂലം ആര് പാർട്ടി വിട്ടാലും അവരെ ആ നിലക്ക് തന്നെ കണ്ട് മൂലക്കിരുത്താൻ വോട്ടർമാർ തയ്യാറാകണമെന്നാണ് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നീണ്ട 25 വർഷക്കാലമാണ് ചെങ്കൊടിയുടെ തണലിൽ അധികാര കസേരയിൽ ഐഷ പോറ്റി ഇരുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും തുടർന്ന് 3 തവണ കൊട്ടാരക്കര നിയമസഭാ അംഗമായും ഐഷ പോറ്റിയെ അധികാര കസേരയിൽ ഇരുത്തിയത് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടിയെയും അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഇടതുപക്ഷ പ്രവർത്തകരെയും ചതിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ സ്ത്രീ ശരിക്കും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഐഷ പോറ്റിക്ക് ഇപ്പോൾ 67 വയസ്സായി. യുവത്വത്തിന് അവസരം നൽകാൻ മുതിർന്നവര് മാറിക്കൊടുക്കണമെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് ഇവരിപ്പോൾ പാർട്ടിയിലേക്ക് ആനയിച്ചിരിക്കുന്നത് എന്നത് തികച്ചും ഒരു വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. CPM അവഗണിച്ചെന്നും അതുപോലെ തന്നെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്നുമാണ് ഐഷ പോറ്റി പറയുന്നത്. അതാണ് ശരിക്കും എനിക്ക് വിചിത്രമായിട്ട് തോന്നുന്നത്. 25 വർഷക്കാലം ജനപ്രതിനിധിയാക്കിയ പാർട്ടി ചതിച്ചെന്ന് ഏത് പോറ്റി പറഞ്ഞാലും അത് രാഷ്ട്രീയ കേരളത്തിൽ എന്തായാലും ഏശാൻ പോകുന്നില്ല. കൊട്ടാരക്കരയില് വീണ്ടും ഒരു അവസരം CPM നൽകില്ലെന്ന് വ്യക്തമായതോടെയാണ് അവരിപ്പോൾ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായിട്ട് ഐഷ പോറ്റി വരുമെന്ന് ഇതോടെ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. കൊട്ടാരക്കര സീറ്റ് ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ ചാനൽ മുഖവുമായിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാലക്കാണ് ഐഷ പോറ്റിയുടെ ഒരു മുന്നണി മാറ്റം ശരിക്കും തിരിച്ചടിയായിരിക്കുന്നത്. ഐഷ പോറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ കൊട്ടാരക്കര സീറ്റ് UDFന് പിടിക്കാൻ സാധ്യതയില്ലേ? ഇപ്പോഴത്തെ ഈ പബ്ലിസിറ്റി ഒക്കെ ഐഷ പോറ്റിക്ക് ഗുണമല്ലേ ചെയ്യുക? പബ്ലിസിറ്റി നോക്കിയാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നതെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്ഥാനാർത്ഥിയാക്കുകയായിരിക്കും കോൺഗ്രസിന് നല്ലത്. ഇവിടെ കുപ്രസിദ്ധിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത്. അതുപോലെ തന്നെ ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനത്തെയും ചിത്രീകരിക്കാനാണ് ഇടതുപക്ഷ ഹാൻഡിലുകൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. പാർട്ടിയെ വഞ്ചിച്ച് മറ്റ് പാർട്ടിയിൽ ചേരുന്നവരെ വർഗവഞ്ചകരായാണ് CPM ചിത്രീകരിക്കാറുള്ളത്. ഐഷ പോറ്റിയുടെ കാര്യത്തിലും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പനെയാണ് ചതിച്ചതെങ്കിൽ ഐഷ പോറ്റി CPMനെയാണ് ചതിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അണികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ അനുഭാവികളെ സംബന്ധിച്ചും പാർട്ടിക്കെതിരെ ആര് നീങ്ങിയാലും സകല അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് അവർ കടന്നൽക്കൂട്ടം പോലെ ഒത്തുകൂടി പ്രതികരിക്കും. ഇനി കൊട്ടാരക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നതും തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കാൻ പോകുന്നതും ഇനി കൊട്ടാരക്കരയിലായിരിക്കും എന്നൊരു കാര്യത്തിൽ എന്തായാലും ഒരു സംശയവും വേണ്ട. ഇത്തവണയും മന്ത്രി KN ബാലഗോപാൽ തന്നെയായിരിക്കും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നതും ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ബാലഗോപാൽ ഐഷ പോറ്റി പോരായിരിക്കും കൊട്ടാരക്കരയിൽ നടക്കുക. ഈ ഐഷ പോറ്റിയുടെ ഇപ്പോഴത്തെ ഒരു മുന്നണി മാറ്റം ബാലഗോപാലിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികാരമോഹം എന്നത് മറ്റേത് വികാരത്തിനും അപ്പുറമായി കാണുന്ന ജനതയാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉള്ളത് എന്നതിനാൽ അതിന് തന്നെയാണ് സാധ്യത. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പോലും കൊല്ലം ജില്ലയിൽ UDFന് വലിയ മുന്നേറ്റമല്ല ഉണ്ടാക്കിയത്. അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതിയും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതിയും ഒരുപോലെ കാണാൻ പാടില്ല. രണ്ടിനും രണ്ട് മുഖമാണ്, രണ്ട് സ്വഭാവമാണുള്ളത്. ഈ പ്രാദേശിക വിഷയങ്ങളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ മികവുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും വോട്ടർമാർ നോക്കാറുള്ളത്. 10 വർഷം തുടർച്ചയായി ഇടതുപക്ഷം ഭരിച്ചിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് നോക്കിയാൽ തന്നെ 58 മുതൽ 63 വരെ നിയമസഭാ സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് ഇപ്പോഴും വിജയിക്കാൻ കഴിയുമെന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ ഇടതുപക്ഷത്ത് നിന്ന് അടർത്തിയെടുക്കാൻ കോൺഗ്രസും ലീഗും നിലവിൽ ശ്രമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും ഇടതുപക്ഷത്തിന് സാധ്യതയുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ കരുതുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ കേരള കോൺഗ്രസിനെ UDFൽ എത്തിക്കാൻ മുൻകൈ എടുത്തിരിക്കുന്നത്. എന്നാൽ UDF നേതാക്കളുടെ ഈ ഒരു നീക്കത്തോടെ ഇടതുപക്ഷത്ത് തുടരുമെന്നൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടാണ് കേരള കോൺഗ്രസിന്റെ മന്ത്രി കൂടിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. UDFൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടപ്പോൾ അഭയം നൽകി ഇടതുപക്ഷത്തെ അങ്ങനെയൊന്നും കൈവിട്ടു പോകാൻ റോഷി അഗസ്റ്റിനെ പോലെ ജനങ്ങളുടെയും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുടെയും വികാരം അറിയുന്ന ഒരു കേരള കോൺഗ്രസ് നേതാവിനും കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.